വെൽക്കം ടു എജുപോഡ്. മക്കളെ, നമ്മുടെ എക്സാം അടുത്തടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പഠനങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. തകൃതമായിട്ടുള്ള പഠനങ്ങളായിരിക്കും അല്ലേ? അപ്പോൾ എത്രത്തോളം ആളുകൾ പഠനം സ്റ്റാർട്ട് ചെയ്തു, ഇനിയും സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകും നമ്മുടെ സോഷ്യോളജിയുടെ വരുന്ന ക്രിസ്മസ് എക്സാമിന്റെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് നമ്മൾ ഏതൊക്കെ പഠിക്കണം. ടൈം ടേബിൾ എല്ലാവരും അറിഞ്ഞല്ലോ, സമയവും കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ സോഷ്യോളജിയിൽ ഈ ക്രിസ്മസ് എക്സാമിന് എത്രത്തോളം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്. അതിൻ്റെ കൂടെ പ്ലസ് ആയിട്ട് നമുക്ക് നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട കുറച്ച് ചാപ്റ്റേഴ്സുകളുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളും നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, സെറ്റ് ആണല്ലോ. ഇതുവരെ നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുക. അതിൻ്റെ കൂടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. എല്ലാവരും കാണട്ടെ. നമ്മുടെ സോഷ്യോളജി ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണ്ടേ? യെസ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമുക്ക് ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ലിങ്ക്. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇനി ആ ഗ്രൂപ്പിലായിരിക്കും നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. മാത്രമല്ല അത് ഡെയിലി പ്ലാൻ, അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളുടെയും നോട്ട്സ്, മൈക്രോ ബീറ്റ് ആൻഡ് ലൈവ് ലിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റുക ഗ്രൂപ്പ് വഴിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ക്രിസ്മസ് എക്സാമിൻ്റെ ടോപ്പ് സ്കോറിംഗ് ടോപ്പിക്സ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്രിസ്മസ് പാർട്ട് ബിയിലുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് പാർട്ട് ബി ആണ്. ഓക്കെ, പാർട്ട് ബിയിലെ സ്ട്രക്ചറൽ ചേഞ്ച്, ഘടനാപരമായ മാറ്റം, കൾച്ചറൽ ചേഞ്ച്, സാംസ്കാരിക മാറ്റം, ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി അല്ലെ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കഥ, ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി, ഗ്രാമീണ സമൂഹത്തിലെ മാറ്റവും വികസനവും, ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, വ്യവസായ സമൂഹത്തിലെ മാറ്റവും വികസനവും. ടോട്ടൽ 5 അല്ലെ, 5 പാഠങ്ങളാണ് നമുക്ക് പാർട്ട് ബിയിൽ പഠിക്കാനുള്ളത്. ഓണം എക്സാമിന്റെ സമയത്ത് നമ്മൾ പാർട്ട് എ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് സെറ്റ് ആയിരുന്നു, ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ മാത്രം പോരെ അല്ലേ? യെസ്. അപ്പം നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് പാർട്ട് ബിയിൽ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് നമ്മൾ പതിയെ ഇങ്ങനെ പറയും ഏതൊക്കെയാണെന്നുള്ളത്. ഇനി നമുക്ക് നോക്കിയാലോ ഓരോ ചാപ്റ്റേഴ്സിലെയും പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ. ആ ടോപ്പിക്സുകൾ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന സ്ട്രക്ചറൽ ചേഞ്ച് ആണ് അല്ലെ, ഘടനാപരമായ മാറ്റം. ആ പാഠം എല്ലാവരും പഠിച്ചു കഴിഞ്ഞവരാണല്ലോ. ഒന്ന് കമന്റിലൂടെ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഏതൊക്കെ ക്ലാസ്സുകൾ ഇനി നിങ്ങൾക്ക് യൂട്യൂബ് വഴി വേണം എന്നുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്ററിന്റെ നെയിമോ എന്ന് എന്ത് ചെയ്യുക, പെട്ടെന്ന് കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ സ്ട്രക്ചറൽ ചേഞ്ച് പാർട്ട് ബിയിൽ നമുക്കറിയാം, കൊളോണിയലിസം ഭാഗമായിട്ട് വന്ന ഒരുപാട് മാറ്റങ്ങളാണ് നമ്മൾ പാർട്ട് ബിയിൽ ഓരോ ചാപ്റ്ററിലായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അത് മസ്റ്റാണ് മക്കളെ, എന്തായാലും ക്വസ്റ്റ്യൻ വരും. മറ്റൊരു ടോപ്പിക്കാണ് കൊളോണിയലിസം ആൻഡ് ക്യാപിറ്റലിസം അല്ലെ. കൊളോണിയലിസത്തിന്റെ ഭാഗമായി വന്ന ക്യാപിറ്റലിസത്തിന്റെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടാണല്ലോ. യെസ്. മറ്റൊരു പ്രധാന ടോപ്പിക്കാണ് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട് കൊളോണിയലിസമായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് നടത്തിയിട്ടുള്ളത്. അപ്പൊ അതും എന്താണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഇത്രയും പഠിച്ചാൽ മതിയോ എന്നുള്ളത്. ഈ ചാപ്റ്ററിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന കൾച്ചറൽ ചേഞ്ച് ആണ്, സാംസ്കാരിക മാറ്റം. അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് മീൻസ്
ദി 19th ആൻഡ് ഏർലി 20th സെഞ്ച്വറി. നമ്മൾ ഈ ചാപ്റ്ററിൽ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സുകൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അലിഗഡ് മൂവ്മെന്റ്, ദെൻ ബ്രഹ്മ സമാജം, ആര്യ സമാജം പോലത്തെ, അതുപോലെ സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ച് രാജാറാം മോഹൻ റോയ്, ദെൻ അങ്ങനെ കുറച്ച് ആളുകൾ പഠിക്കുന്നുണ്ട് അല്ലെ, ദയാനന്ദ സരസ്വതികളൊക്കെ. അപ്പൊ അവരുടെ ആ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്നൊരു പ്രധാന ടോപ്പിക്കാണ് സതീഷ് സബർവാളിന്റെ 3 ആസ്പെക്ട്സ് ഓഫ് മോഡേൺ ചേഞ്ച് ഇൻ കൊളോണിയൽ ഇന്ത്യ. 3 ആസ്പെക്ട്സ് അദ്ദേഹം പറയുന്നുണ്ട്, പ്രധാനപ്പെട്ടതാണ്. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് സാൻസ്കൃതൈസേഷൻ ആൻഡ് criticism of sanskritization, then desanskritization, വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. then westernization, അതുപോലെ തന്നെ മോഡേണൈസേഷൻ ആൻഡ് സെക്യുലറൈസേഷനും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളാണ്. ദെൻ നിങ്ങൾ പാർട്ട് ബിയിൽ ആദ്യം നിർബന്ധമായിട്ട് നിങ്ങൾ ഫസ്റ്റ് പഠിച്ചിരിക്കേണ്ട ചാപ്റ്റർ ആണ് ഏത് പറയുന്നത്, കൾച്ചറൽ ചേഞ്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ദെൻ അടുത്തത് ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി ആണ്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കഥ. അതിൽ പ്രധാന ടോപ്പിക്സുകൾ നോക്കാം. ദ കോർ വാല്യൂസ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി, കുറച്ച് കോർ വാല്യൂസുകൾ ഉണ്ട്, അത് പ്രധാനപ്പെട്ട ഭാഗമാണ്. ആൻഡ് പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത് രാജ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ന്യായ പഞ്ചായത്ത്, വൻ പഞ്ചായത്ത്, ദെൻ പൊളിറ്റിക്കൽ പാർട്ടി ആൻഡ് പ്രഷർ ഗ്രൂപ്പും എന്താണ് പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ്. ദെൻ മറ്റൊരു ചാപ്റ്റർ ആണ് ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി, ഗ്രാമീണ സമൂഹത്തിലെ മാറ്റവും വികസനവും. ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ് ഡൊമിനന്റ് കാസ്റ്റ് അല്ലെ, പ്രബല ജാതി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലാൻഡ് റിഫോംസ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, then green revolution and its social consequences, then transformation in rural society after independence. The last important topic globalization, liberalization and റൂറൽ സൊസൈറ്റി. ദെൻ രണ്ടാമതായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് ഏത് പറയുന്നത്, ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ റൂറൽ സൊസൈറ്റി, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത ലാസ്റ്റ് ചാപ്റ്റർ ആണ് ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അല്ലെ, വ്യാവസായ സമൂഹത്തിലെ മാറ്റവും വികസനവും. അതേ പ്രധാന ടോപ്പിക്സുകളാണ് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ, ദെൻ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് ചേഞ്ച് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, Indian industry, then time slavery in the IT sector, flexi time, disadvantages and advantages of home-based work, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, ചേഞ്ച്, ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എന്താണ് ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ടതാണ്. ദെൻ മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ഡെമോക്രസിയാണ്. നാലാമതായിട്ട് നിങ്ങൾ എന്ത് പഠിക്കുക, സ്ട്രക്ചറൽ ചേഞ്ച് പഠിക്കുക. ദെൻ ലാസ്റ്റ് അഞ്ചാമതായിട്ട് നിങ്ങൾ എന്ത് പഠിക്കുക, ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി നിങ്ങൾ പഠിക്കുക. ആ ഒരു ഓർഡറിൽ പഠിച്ചോളൂ, നിങ്ങൾക്ക് ഈ വരുന്ന എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ പാർട്ട് എയിലെ ചാപ്റ്റേഴ്സ് ആണ്. നമ്മൾ ഇതിന് മുന്നേ നിങ്ങൾ പഠിച്ചൊക്കെ സെറ്റ് ആയവരായിരിക്കും അല്ലെ, കഴിഞ്ഞ എക്സാമിനൊക്കെ ഒന്ന് പൊടി തട്ടെടുക്കാനേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ആ ചാപ്റ്റേഴ്സിൽ നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് നോക്കാം. ചാപ്റ്റേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി അല്ലെ, ഇന്ത്യൻ സമൂഹത്തെ പരിചയപ്പെടുത്തൽ. ദെൻ സെക്കൻഡ് വൺ ഈസ് ഡെമോഗ്രാഫിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സമൂഹത്തിന്റെ ജനസംഖ്യാശാസ്ത്ര ഘടന. തേർഡ് വൺ ഈസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് ആണ് അല്ലെ, സാമൂഹ്യ സ്ഥാപനങ്ങളുടെ തുടർച്ചയും മാറ്റവും. ദെൻ ഫോർത്ത് വൺ മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിപണി ഒരു സാമൂഹ്യ സ്ഥാപനം എന്ന നിലയിൽ. ഫിഫ്ത്ത് വൺ ഈസ് പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ്
എക്സ്ക്ലൂഷൻ, സാമൂഹ്യ അസമത്വത്തിന്റെയും ബഹിഷ്കരണത്തിന്റെയും രീതികൾ. ലാസ്റ്റ് ചാപ്റ്റർ ഈസ് ചലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, സാംസ്കാരിക വൈവിധ്യത്തിന്റെ വെല്ലുവിളികൾ. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്കറിയാവുന്ന ചാപ്റ്റേഴ്സുകളാണ്. ഇതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ്, ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റിയിലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ് ഏത് പറയുന്നത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമൺ സെൻസ് നോളജ് ആൻഡ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അല്ല, ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷനും അതുപോലെ സീറൈറ്റ് മിൽസിനെയും അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, ആണല്ലോ. നമ്മൾ തറയായിട്ടത് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യോളജിക്കൽ ഇമാജിനേഷന്റെ പേഴ്സണൽ ട്രബിൾസ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ആൻഡ് സെൽഫ് റിഫ്ലെക്സിവിറ്റിയും നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ പഠിച്ചു വെക്കുക. ദെൻ രണ്ടാമത്തെ പാഠമാണ് ഡെമോഗ്രാഫിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു തിയറി വരുന്നുണ്ട്. അതിലൊന്നാണ് ദ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. ഓർക്കുന്നുണ്ടല്ലോ, നമ്മുടെ ആ സ്റ്റേറ്റസ് ഒക്കെ വന്നിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സ്റ്റേറ്റസ് ഒക്കെ വന്നിട്ട്. ദെൻ അടുത്തൊരു പ്രധാനപ്പെട്ട തിയറിയാണ് മൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ. ദെൻ മറ്റൊരു ടോപ്പിക്കാണ് കോമൺ കോൺസെപ്റ്റ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് തിയറി നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ദെൻ അടുത്ത ചാപ്റ്റർ ആണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് ആണ് അല്ലെ. അത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ട്രൈബലിൻ്റെ ഏരിയയും അതുപോലെ തന്നെ കാസ്റ്റ് ഭാഗവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലും ഒന്നും കൂടെ ഇമ്പോർട്ടൻസ് ആണ് ഏത്? ട്രൈബൽ കമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ നാഷണൽ ഡെവലപ്മെന്റ് വേഴ്സസ് ട്രൈബൽ ഡെവലപ്മെന്റും പ്രധാനപ്പെട്ടതാണ്. ദെൻ ഫാമിലി ആൻഡ് കിൻഷിപ്പ്, ആ ഒരു ഭാഗത്തിൽ ഫാമിലി, ദെൻ ജോയിന്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി, പാട്രിയാർക്കൽ ഫാമിലി, പാട്രിലോക്കൽ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫ്രീ മാർക്കറ്റ്. അതുപോലെ തന്നെ കൊമോഡിറ്റൈസേഷൻ ആൻഡ് കൺസപ്ഷനും ദെൻ വിർച്വൽ മാർക്കറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നവയാണ്. അടുത്തൊരു പാഠമാണ് പാറ്റേൺസ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ. ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. ദെൻ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ മറന്നു പോയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു ചാപ്റ്റർ ആണ്. അതിൽ സോഷ്യൽ ഇനീക്വാലിറ്റി വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എക്സ്ക്ലൂഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ, അൺടച്ചബിലിറ്റി, സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് അഡ്രസ്സിംഗ് കാസ്റ്റ് ആൻഡ് ട്രൈബൽ ഡിസ്ക്രിമിനേഷൻ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ദെൻ സ്ട്രഗിൾ ഫോർ വിമൻസ് ഇക്വാലിറ്റി ആൻഡ് റൈറ്റ്സ് ആൻഡ് സ്ട്രഗിൾ ഫോർ ദി ഡിസേബിൾഡും. ഇത്രയും ടോപ്പിക്സ് എന്താണ്? പ്രധാനപ്പെട്ടവയാണ്. നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ദെൻ അടുത്ത ഭാഗമാണ് ചലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആണ്. ദ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഈ ഒരു ഭാഗത്തെ പ്രധാന ടോപ്പിക്സുകളാണ് കമ്മ്യൂണിറ്റി ഐഡന്റിറ്റി പ്രധാനപ്പെട്ടതാണ്. ദെൻ another important one, minority rights ആൻഡ് നേഷൻ ബിൽഡിംഗ്. മൈനോറിറ്റി എന്നുള്ള ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കമ്മ്യൂണലിസം ആൻഡ് റീജിയണലിസം എന്താണ്? പ്രധാനപ്പെട്ടതാണ്. സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ്സ് ടു ഇൻഫോർമേഷൻ, ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം എന്താണ്? പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇത്രയും ടോപ്പിക്സുകൾ നമുക്ക് ഓരോ ചാപ്റ്ററിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഇനി ഇതിനകത്ത് നിന്ന് ഓരോ ടോപ്പിക്സിലും ഏതൊക്കെയാണ് എസ്സേ ആയിട്ട് ചോദിക്കുക, ഏതൊക്കെയാണ് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്ത് നിങ്ങൾ എസ്സേ എന്നോ ഷോർട്ട് എസ്സേ എന്നോ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ടോപ്പിക്സുമായിട്ടും ദെൻ എസ്സേ ക്വസ്റ്റ്യൻസുമായിട്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ, സീ യു.